ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഇളനീർ പൾപ്പ് കൊണ്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ആദ്യം നമുക്ക് ഇളനീർ പൾപ്പ് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ചാണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത്. ഇനി ഒരു സോസ് പാനിലോട്ട് ഇവിടെ ഞാൻ 5 മിനിറ്റ് ചൈന ഗ്രാസ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 2 ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം. രണ്ട് ഗ്ലാസ് പാലൊഴിച്ചു കൊടുത്ത് ഇത് ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാൻ. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതേ സമയം തന്നെ നമുക്ക് ചൈന ഗ്രാസും മെൽറ്റാവാൻ വെക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജ്യൂസ് അടിക്കുന്നതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. ഇനി പാല് പഞ്ചസാര ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. പഞ്ചസാരയുടെ അളവ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കാരണമാണ് ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 3 ഡ്രോപ്പ് വാനില എസൻസും ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വാനില എസൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചെടുത്താൽ മതി. ഞാൻ ഇവിടെ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇവ നല്ലോണം ഈ പാലിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ മെൽറ്റായ ചൈന ഗ്രാസ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാലും ഇവിടെ ചൂടായിട്ടുണ്ട്. പാലിൻ്റെയും ചൈന ഗ്രാസിൻ്റെയും ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഈ ചൈന ഗ്രാസ് പാലിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിനു ശേഷം ഇനി നമുക്ക് ഈ പാലിലോട്ട് ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന ഇളനീർ പൾപ്പ് ഇതിലോട്ട് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരിത്തിരി വെള്ളത്തിൽ വേണം ഇത് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുവാൻ. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുഡിംഗ് ട്രേയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മേലെ നിൽക്കുന്ന ബബിൾസ് എല്ലാം ഒന്ന് തവി കൊണ്ട് ഒന്ന് ശരിയാക്കിയതിന് ശേഷം വേണം ഇത് സെറ്റാക്കി എടുക്കുവാൻ. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇത് ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഇതുവരെയും ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടമായിരിക്കും. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അങ്ങനെ പുഡിംഗ് ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.